നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളൊരു സ്പെഷ്യൽ ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ദോശയ്ക്കും അതേപോലെ തന്നെ ചോറിനും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഉള്ളി, സവാള, കറിവേപ്പില, പുളി, ഇഞ്ചി ഇതൊക്കെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കൂട്ടാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കാം കേട്ടോ. എന്നിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് സവാള നന്നാക്കിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞ് സവാളയാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തോരം ക്വാണ്ടിറ്റി വേണം അതനുസരിച്ച് നമുക്ക് ഉള്ളിയും സവാളയൊക്കെ എടുക്കാം കേട്ടോ. എപ്പോഴും സവാളയേക്കാളും കുറച്ച് കൂടുതൽ ഉള്ളി എടുക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഉള്ളിയും സവാളയൊക്കെ ഒന്ന് നന്നായി വാടിയതിന് ശേഷം ഞാനിതിൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പിടിയോളം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പില ഉള്ളി സവാളയൊക്കെ വാടിയതിന് ശേഷം ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത്. അത് നമുക്ക് കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി വാടിപ്പോകും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിൽ വേണ്ടത് എരിവിനനുസരിച്ച് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറാണ് ഇട്ടേക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എപ്പോഴും തീ സിമ്മിലിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി കരിഞ്ഞു പോകും. പിന്നെ അതിനൊരു കരിഞ്ഞ ടേസ്റ്റ് വരും. അതുകൊണ്ട് എപ്പോഴും സിമ്മിലിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നല്ലോണം നമ്മുടെ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് കൂട്ടം കൂടി ഇതിലിടണം. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ പുളിയാണ് കേട്ടോ. ഇപ്പോൾ ചെറിയ കഷ്ണം പുളി ഇട്ടിട്ടുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് പറയില്ലേ, അത് വേറൊന്നുമല്ല, നമ്മുടെ ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ അതെ ഇത്രത്തോളം ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ശർക്കര ചേർത്ത ചമ്മന്തിക്ക് മധുരമായി പോകില്ലെന്നൊന്നും പേടിക്കേണ്ട കേട്ടോ. നമുക്ക് ഈ ശർക്കരയും കൂടി ചേർത്ത് നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഈ ചമ്മന്തിക്ക് ഉണ്ടാകുന്നത്. അതാണ് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഒട്ടും മധുരം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ഒഴിവാക്കാം കേട്ടോ. പക്ഷേ ശർക്കരയും കൂടി ചേർത്താലാണ് ഈ ചമ്മന്തിയുടെ ഒരു സ്പെഷ്യലായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഞാൻ ശർക്കരയും അതേപോലെ ഉള്ളിയും എല്ലാം നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും ഒക്കെ ഇട്ട് തീ ഓഫ് ചെയ്തിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ ഒരു ചൂടി തന്നെയാണ് നമുക്ക് ശർക്കരയും പുളിയൊക്കെ ഇട്ടെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ആറാൻ വെക്കാം കേട്ടോ. ആറി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകരുത്. നമുക്ക് കല്ലിലൊക്കെ വെച്ച് അരച്ചെടുക്കണം ആ ഒരു പരുവത്തിൽ മതി കേട്ടോ. അപ്പോൾ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി നമുക്ക് ഉള്ളിയൊക്കെ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് രാവിലെയൊക്കെ ദോശയ്ക്ക് പോകും ചോറിന് കൊടുത്തു വിടാനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ചമ്മന്തിയാണ് കേട്ടോ ഇത്.